പക്ഷേ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത, എല്ലാ പ്രവാചകന്മാരും ആ ദുആ ഈ ദുനിയാവിൽ വെച്ച് ഉപയോഗപ്പെടുത്തി. അവരൊക്കത് ദുആ ചെയ്ത് കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ ചെയ്യേണ്ടുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടും ആ ചാൻസ് ഉപയോഗിച്ചില്ല. എന്റെ ആ ദുആ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു, ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ഉമ്മത്തിന് ശുപാർശയ്ക്ക് വേണ്ടി. അപ്പൊ എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു കൊടുത്ത ഒരു ചാൻസ്, ആ ചാൻസ് എല്ലാവരും ഉപയോഗിച്ചു, റസൂൽ ഉപയോഗിച്ചില്ല. അത് പരലോകത്തേക്ക് മാറ്റിവെച്ചു. അള്ളാഹു നബിക്ക് സെലക്ഷൻ നൽകി, ഒന്നുകിൽ താങ്കളുടെ ഉമ്മത്തിൽ പകുതി പേര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം, അല്ലെങ്കിൽ ശഫാഅത്തിന് അധികാരം നൽകാം. ഏത് വേണം? ഫഖ്തർതു ശഫാഅ, ഞാൻ ശഫാഅത്തിനെ തെരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചാൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് ഇത്തരം ഒരു രീതി അള്ളാഹു നിശ്ചയിച്ചു എന്ന് മാത്രം. വെറുതെ പോയിട്ട് റബ്ബേ ഇവരൊക്കെ വിചാരക്കെടുക്കണേ എന്ന് പറഞ്ഞതിന് പകരം അള്ളാഹു അവിടെ സംവിധാനിച്ച രീതി അതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്. നിങ്ങളിപ്പോൾ മറച്ച സൂറത്ത് അഹ്റാഫാണ്. നിങ്ങളെ മുസാഫിൽ ഇപ്പോൾ ഉള്ളത് സൂറത്ത് അഹ്റാഫാണ്. ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് ബഖറയാണ്. മൂസാ നബിയുടെ വിഷയം രണ്ടും ചോദിച്ചതല്ല. മൂസാ നബിയോട് ജനത ആവശ്യപ്പെട്ടോ? ജീവിച്ചിരിക്കുന്ന മൂസാ നബിയോട് ജനങ്ങൾ ആവശ്യപ്പെട്ടതായി ഖുർആനിലുണ്ടോ ഇല്ലേ? അത് സംശയമില്ലല്ലോ, അത് സംശയമില്ലല്ലോ. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ മൗജിദത്ത് കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ ചോദിക്കാമോ? നിങ്ങൾ അൽബക്കറയിൽ കൊടുത്തോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഖുർആനിൽ മൂസാ നബിയോട് ചോദിച്ചു എന്നുണ്ടോ? സുഹൃത്ത്, തർക്കമതല്ല. ഞാൻ ഓതിയ ആയത്ത് ഏതാ? വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. വഇദിസ്തസ്ഖാ മൂസാ, മൂസാ അലൈഹിസ്സലാം മഴയെ തേടിയ സന്ദർഭം. ലിഖൗമിഹി, കേൾക്കി, ലിഖൗമിഹി, തന്റെ ജനതയ്ക്ക് വേണ്ടി. മൂസാ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തെ തേടിയ അല്ലെങ്കിൽ മഴയെ തേടിയ സന്ദർഭം. ആ വെള്ളത്തിന് വേണ്ടി തേടി. അപ്പൊ അള്ളാഹു എന്ത് പറഞ്ഞു? ഇദ്രിബ് അസ്വാകൽ ഹജർ. ആ ആയത്ത് ഞാൻ ഓതിയത്. ആ ആയത്ത് ഓതിയപ്പോഴാണ്, ഉത്തരം ശ്രദ്ധിക്കി, ആ ആയത്ത് ഓതിയപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? മുജാഹിദ് മൗലവിമാരെ പരിഭാഷയിൽ മൂസാ നബിയോട് തേടി അർത്ഥം കൊടുത്തിട്ടുള്ളത് അതില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതില്ല എന്നാ പറഞ്ഞത്. ഇനി ആ സംഭവം സൂറത്ത് അഹ്റാഫിൽ വേറെ ആയത്തുണ്ട്. ഈ ഓതിയ ആയത്തല്ല. അത് ബോധപൂർവം തന്നെയാണ് നിങ്ങൾ എടുത്തുകൊണ്ടാൻ പറഞ്ഞത്. അത് ഞാൻ ആ ആയത്ത് വേറെ ഓതിത്തരാം. ആയത്ത് ഓതിത്തരാം അങ്ങോട്ട്. അത് വിഷയം വേറെ. അത് വഔഹൈനാ ഇലാ മൂസ, നിങ്ങൾ കേൾക്കി ഇളകല്ലി. വഔഹൈനാ ഇലാ മൂസ, അതാണ് ആയത്ത്. അത് സൂറത്ത് അഹ്റാഫിലാണ്. മറ്റേ ആയത്ത് സൂറത്ത് ബഖറയിലാണ്. ഞാൻ 2 പ്രാവശ്യം ഓതിയ ആയത്ത് ബഖറ സൂറയിലാണ്. സമയം കളയില്ല. നിങ്ങൾ കേട്ട് പഠിക്കാനാണെങ്കിൽ കേൾക്കി, അല്ലെങ്കിൽ പിന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് വിഷയം പഠിക്കാനാണെങ്കിൽ ആ മൈക്ക് വേണം, കേൾക്കാൻ മൈക്ക് വേണ്ടല്ലോ. സുഹൃത്തെ, നിങ്ങൾ കേൾക്കാനാണെങ്കിൽ കേൾക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വഴിക്ക് പോകാം. ഉത്തരം കേൾക്കി, എന്നിട്ട് ചോദിച്ചോളി. അതായത് 2 പ്രാവശ്യം ഞാൻ ആയത്തോതി. ആ 2 ആയത്തും സൂറത്ത് ബഖറയിലെ ആയത്ത്. ആ ആയത്ത് ഏതാ? വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. വഇദിസ്തസ്ഖാ, ഇസ്തിസ്ഖാ നടത്തിയ സന്ദർഭം. ആര്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മഴയെ തേടിയ അല്ലെങ്കിൽ വെള്ളത്തെ തേടിയ സന്ദർഭം. ആർക്ക് വേണ്ടി? ലിഖൗമിഹി, തന്റെ ജനതയ്ക്ക് വേണ്ടി. അപ്പൊ അല്ലാഹു വഹീ നൽകി. എന്ത്? ഫഖുൽ നദ്രിബ് ബിഅസാകൽ ഹജർ, താങ്കളുടെ വടി കൊണ്ട് പാറക്കടിക്കുക. ആ ആയത്ത് ഞാൻ ഓതിയത്. ഇനി മറ്റായത്ത് വേണോ? സൂറത്ത് അഹ്റാഫിൽ വഔഹൈനാ ഇലാ മൂസാ, മൂസാ നബിക്ക് നാം വഹീ നൽകി. എപ്പോൾ? ഇദിസ്തസ്ഖാഹു ഖൗമുഹു, ഒരായത്ത് വേറെ. ഇദിസ്തസ്ഖാഹു, മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ. ആര്? ഖൗമുഹു, തന്റെ ജനത. മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നാം മൂസാ നബിക്ക് വഹീ നൽകി. സൂറത്ത് അഹ്റാഫ്. അത് മുഹമ്മദ് നബിയോടും അതേപോലെ ഖൗമ് വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് താങ്കൾക്ക് എന്നോടും ആവശ്യപ്പെടാം, എനിക്ക് താങ്കളോടും ആവശ്യപ്പെടാം, അതിൽ തർക്കമില്ല. അത് ഏതാണ്? മൂസാ നബി ജീവിച്ചിരിപ്പുണ്ട്, പ്രവാചകനാണ്, വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു, അനുയായികൾ വന്നു, മൂസാ നബി വെള്ളമില്ല. മൂസാ നബി എന്ത് ചെയ്തു? ഇസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, മൂസാ നബി തന്റെ ഖൗമിന് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് തേടി.
ആളുകൾ വന്ന് പറഞ്ഞു മൂസാ നബി വെള്ളമില്ല, എന്ത് ചെയ്യും, പ്രയാസാണ്. മൂസാ നബി അള്ളാഹു പ്രാർത്ഥിച്ചു, അല്ലാഹു വഹയി കൊടുത്തു. ഇത് റിബ്ബാസ്വാക്കൽ ഹജർ. മുഹമ്മദ് നബി മിമ്പർ കയറി ഖുത്ബ നിർവഹിക്കുമ്പോൾ സ്വഹാബിമാർ വരുന്നു, റസൂലേ മഴയില്ല, ഹലക്കന്നാസ്, ജനങ്ങൾക്ക് നശിച്ചുപോയി നബിയെ, മഴയില്ല. അള്ളാഹു റസൂൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിയും മുമ്പ് മഴ പെയ്യുന്നു. അടുത്ത ആഴ്ച വരുന്നു, നബിയെ മഴ പെയ്ത് ഒന്നാകെ നശിച്ചു. നബി വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹവ്വ അലൈനാ വലാ അലൈനാ. മഴ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തർക്കമില്ല. അസുഖം വന്ന് നബിയോട് വന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞുകൂട്, നബിയെ സുഖമില്ല പരാതി പറഞ്ഞവരുണ്ട്. നബി എന്താ ചെയ്തത്? ദുആ ചെയ്തിട്ട് രോഗം മാറിയതുണ്ട്, തടവിയിട്ട് രോഗം മാറിയതുണ്ട്, തുപ്പുനീര് പുരട്ടിയിട്ട് രോഗം മാറിയതുണ്ട്. ഒക്കെ നേരത്തെ പറഞ്ഞു. അവ മൂസാ നബിയോട് ജനങ്ങൾ ആവശ്യപ്പെട്ട ആ ആവശ്യപ്പെടൽ താങ്കൾക്ക് എന്നോടും ചെയ്യാം, എനിക്ക് താങ്കളോടും ചെയ്യാം. മഴയില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഇൻഷാ ഞാൻ ദുആ ചെയ്യാം, നിങ്ങളും ദുആ ചെയ്യ് എന്ന് ഞാൻ പറയും. അതിലെന്താ തർക്കമുള്ളത്? അതാണ് മൂസാ നബിയോട് ചെയ്തത്. അപ്പം മൂസാ നബി അള്ളാഹു ദുആ ചെയ്തു. അതിനാണ് സൂറത്ത് ബഖറയിലെ ആയത്ത് ഞാൻ ഓതിയത്. അത് ഓതിയപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ മൂസാ നബിയോട് തേടി എന്ന അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതിനാണ് ഞാൻ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞത്. മറ്റൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് പണ്ട് പേരോട് മാഹി എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് കേട്ട് തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പറയാൻ പറഞ്ഞോളി. അതെ, സമയം പോണത് എൻ്റെ ഭാഗത്തു നിന്നല്ല, താങ്കളുടെ ഭാഗത്തു നിന്നാണ്. എൻ്റെ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പ്രവാചകന്മാരോട് ആവശ്യപ്പെടാമോ എന്നാണ്. താങ്കൾ പിന്നെ എന്തിനാണ് പ്രവാചകൻ ആവശ്യപ്പെടാമോ എന്ന ആയത്തോടെ ഓതാൻ കാരണം? അപ്പോൾ നിങ്ങൾ അൽബക്കർ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം നിങ്ങൾക്കുള്ള ഉത്തരമല്ല നിങ്ങൾ തന്നത്. അവിടെ നിങ്ങൾ ചോദ്യം വഴിതിരിച്ചു വിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം എന്റെ ചോദ്യം എന്തായിരുന്നു? പ്രവാചകന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാമോ, അതായിരുന്നു ചോദ്യം. അപ്പൊ നിങ്ങൾ പ്രവാചകന്മാർ ചോദിക്കാമോ എന്നതാണ് അൽബക്കറിൽ നിങ്ങൾ ഓതിയത്. അപ്പോ പ്രവാചകന്മാരോട് ചോദിക്കാമോ എന്നുള്ള ചോദ്യത്തെ നിങ്ങൾ വഴിധരിച്ച് ജനങ്ങളെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് പേരോടല്ല, താങ്കൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കുടെ വിഷയം അവൗധികമായ വിഷയത്തില് അല്ലെങ്കിൽ മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമായി പ്രവാചകന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാമോ, അതാണ് ചോദ്യം. അത് അബൗദ്ധികമായ മാർഗ്ഗം, മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമുള്ള ചോദ്യമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ എന്ത് ചെയ്യട്ടെ, ഇവിടെ പ്രസക്തമായ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാമോ, അങ്ങനെ ചോദിച്ചത് ഇസ്ലാമികമാണോ, അങ്ങനെ ആവശ്യപ്പെടാമോ, ഇസ്തിഗാസ് നടത്താമോ, അങ്ങനെ നടത്തിയാൽ തന്നെയും അദ്ദേഹത്തിന്റെ മരണശേഷം അത് മുറിഞ്ഞു പോകുമോ, അതില്ലാതാകുമോ, അതാണ് ചോദ്യം. നിങ്ങൾ വഴി തിരിച്ചു വിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. എന്നിട്ട് ലമീർ പേരുസ്ഥാനിലേക്ക് പോവണ്ട, നിങ്ങളിലേക്ക് തന്നെ വന്നത്. ഞാൻ അതിനല്ല ആയത്തോതിയത്, നിങ്ങളെ ചോദ്യം തിരിക്കാനല്ല ആയത്തോതിയത്. ഞാൻ മൂസാ നബിയുടെ വടി 4 പ്രാവശ്യം ഖുർആൻ പരാമർശിച്ച് പറഞ്ഞപ്പോഴാണ് ആയത്തോതിയത്. മൂസാ നബിയോട് ചോദിച്ചോ, മൂസാ നബി ചോദിച്ചോ എന്ന് പറയാനല്ല ആയത്തോതിയത്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുമ്പ് ഞാൻ പറഞ്ഞു മുഅ്ജിസത്ത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായിട്ടാണ് മൂസാ നബിയുടെ വടി എടുത്തത് തന്നെ. അല്ലാണ്ട് നിങ്ങൾ മൂസാ നബി ചോദിച്ചതിനോട് ചോദ്യത്തിൽ ആദ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ചോദ്യത്തിൽ മൂസാ നബിയുടെ വിഷയം പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? മുഅ്ജിസത്ത് കറാമത്ത് വെച്ച് ജീവിതകാലത്ത് ചോദിക്കാൻ പറ്റുമോ പ്രവാചകന്മാരോട്? അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം മുഅ്ജിസത്ത് കറാമത്ത് എന്താന്ന് മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ മൂസാ നബിയുടെ സംഭവം എടുത്തത്. അവിടെ ഞാൻ പറഞ്ഞു മൂസാ നബിയുടെ വടി മുഅ്ജിസത്താണ്. 4 രംഗത്ത് അതിന് ഉപയോഗം ഖുർആൻ പറയുന്നു. അവിടെയാണ് ഞാൻ ആയത്തോതിയത്. അല്ല, നിങ്ങളെ ചോദ്യം തിരിക്കാനല്ല ആയത്തോതിയത്. മുഅ്ജിസത്ത് എന്താന്ന് പഠിപ്പിക്കാനാണ് ആയത്തോതിയത്. എന്നിട്ട് ആ മുഅ്ജിസത്ത് എന്താന്ന് പറഞ്ഞു, കറാമത്തിലും സംഭവിക്കുന്ന ഇതാണ് എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഈ നിലയ്ക്ക് മുഅ്ജിസത്തിനെ മനസ്സിലാക്കിയാൽ ആ അടിസ്ഥാനത്തിൽ ചോദിക്കാമോ എന്നതിന് സ്വഹാബിമാർ ചെയ്ത രീതികളൊക്കെ ഞാൻ പറഞ്ഞു. രോഗിയായിട്ട് നബിയോട് വന്ന് പറഞ്ഞത് പറഞ്ഞു, മഴയില്ലാതെ വന്ന് പറഞ്ഞത് പറഞ്ഞു. അല്ലാതെ നിങ്ങളെ ചോദ്യത്തിൽ ബന്ധപ്പെട്ട അല്ല ആയത്തോതിയത്. മുഅ്ജിസത്ത് എന്താ എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരു നബിയുടെ ഒരു മുഅ്ജിസത്ത് ഉദാഹരണമായി ഞാൻ എടുത്തപ്പോഴാണ് മൂസാ നബിയുടെ വിഷയം വന്നത് തന്നെ. അല്ല, മൂസാ നബിയോട് ചോദിച്ചതിനെ പറ്റി നിങ്ങൾ ചോദ്യത്തിൽ പരാമർശിച്ചിട്ടേ ഇല്ല. നിങ്ങൾ മൊത്തത്തിലാണ് ചോദിച്ചത്. മൂസാ നബിന്റെ വിഷയവും മൂസാ നബിന്റെ വടിയുമൊക്കെ ഞാൻ അങ്ങോട്ടാണ് എടുത്തിട്ടത്. അപ്പോഴാണ് ഞാൻ ആയത്തോതിയത്. ഏത് ഞാൻ ആയത്തോതിയത് എന്തിനാ? ഇതിരിബ്യാസ്വാക്കൽ ഹജറ എന്ന ഭാഗം പഠിപ്പിക്കാനാ. വടി കൊണ്ട് പാറക്കടിക്കൂ എന്ന് അള്ളാന്റെ ഓർഡർ കിട്ടി, അടിച്ചു, വെള്ളം കിട്ടി. ഓർഡർ കിട്ടും മുമ്പ് അടിച്ചാൽ അത് സംഭവിക്കില്ല. ഈ വടിക്ക് അങ്ങനെ കഴിവുണ്ട് എന്ന് മൂസാ നബിക്ക് ആദ്യം തൊട്ട് അറിയുകയുമില്ല.
ഇത് പറയാനാ ആയത്തോതിയത്. അല്ല, ആര് തേടി ആരോട് തേടി എന്ന് പഠിപ്പിക്കാനല്ല, മുഴുജത്തിന്റെ തലം അതാണ് എന്ന് പഠിപ്പിക്കാൻ. മൂസാ നബിയുടെ വന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മഴയില്ല അല്ലെങ്കിൽ വെള്ളമില്ല, കഷ്ടപ്പാടാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മഴ പെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മഴ പെയ്യിപ്പിക്കണമെന്നോ അഭൗതികമായി വെള്ളം നൽകണേ എന്നോ പറഞ്ഞിട്ടില്ല. ചെന്ന് പറഞ്ഞു നേതാക്കന്മാരോട് പറയാം, എന്താ തർക്കമുള്ളത്? അല്ലാത്തോടും പറയാം. ഇപ്പൊ എനിക്ക് രോഗം വന്നാൽ രോഗം ശിഫയാക്കുന്നവനാരാ? അല്ലാഹു. ഞാൻ താങ്കോട് പോയി എനിക്ക് സുഖമില്ല, നിങ്ങൾ ദുആ ചെയ്യണം, വല്ല കുഴപ്പമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം നിങ്ങൾ രോഗം ശിഫയാക്കുന്ന അല്ല, ശിഫയാക്കുന്ന അല്ലാഹ്. ഒരു പക്ഷെ നിങ്ങൾ ദുആ ചെയ്യും, ഒരു പക്ഷെ നിങ്ങൾ മരുന്ന് തരും. നിങ്ങൾ പറയാം, നല്ലൊരു മരുന്ന് എനിക്കറിയാം, നിങ്ങൾ നിർദ്ദേശിച്ചു തരും, ഞാനത് വാങ്ങി കുടിക്കും, ഇൻഷാ അല്ലാഹ് സുഖപ്പെടും. അതിനർത്ഥം രോഗം ശിഫയാക്കുന്നവൻ താങ്കളാണ് എന്നല്ല. മൂസാ നബിയുടെ അനുയായികൾ വന്ന് പറഞ്ഞു വെള്ളമില്ല. മൂസാ നബി എന്ത് ചെയ്തു? അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവിന്റെ വഹയി കിട്ടി. ആ വഹയി പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട വിഷയം ചെയ്തു, പ്രശ്നത്തിന് പരിഹാരമായി. മുഹമ്മദ് നബിയുടെ അനുയായികൾ വന്ന് പറഞ്ഞു വെള്ളമില്ല. മുഹമ്മദ് നബി എന്ത് ചെയ്തു? മിമ്പറിൽ വെച്ച് ദുആ ചെയ്തു, മഴ കിട്ടി, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. തർക്കമില്ല. അതാണ് മുഅ്ജിസത്തും കറാമത്തും. ആ മുഅ്ജിസത്തും കറാമത്തും അവരെ കഴിവല്ല, അവരുടെ കഴിവാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇസ്തിഗാസ എന്ന ഓമന പേരിൽ ദുആ അവരിലേക്ക് പോകുന്നത്. അവിടെയാണ് മൊയ്തീൻ ശൈഖിനെ പറ്റി മഴ വർഷിപ്പിക്കുന്നവൻ എന്ന് പരാമർശം വന്നത്. അത് മൂസാ നബിയെ പറ്റി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി ദുആ ചെയ്ത് മഴ പെയ്തിട്ടും മുഹമ്മദ് നബി മഴ വർഷിപ്പിക്കുന്നവരാണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ പാടുമില്ല. എന്നാൽ ഖുതുബിയത്തിന്റെ 5-ാമത്തെ വരിയിൽ യാ ഖുതുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ, ആകാശഭൂമികളുടെ കേന്ദ്രബിന്ദുവായവരെ, ആകാശഭൂമികളുടെ സഹായമായവരെ, യാ ഫൈള ഐനൈ വുജൂദൈഹിം, ആ രണ്ട് ലോകത്തിന്റെയും ഉപകാരപ്രദമായ മഴയും വെള്ളവും അരുവിയും ഒഴിക്കുന്ന മഹാനെ എന്ന് പറഞ്ഞൊരു പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷ എഴുതി. അദ്ദേഹത്തെ ഖുതുബിയത്ത് പരിഭാഷ 12-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. ഇതിലേക്ക് എത്തിച്ചത് കറാമത്തിനെ കുറിച്ചുള്ള മുഅ്ജിസത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. അത് തീർക്കാനാണ് ആദ്യം മുഅ്ജിസത്ത് എന്താണ്, കറാമത്ത് എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ചത്. അവിടെയാണ് മൂസാ നബിയെ പരാമർശിച്ചതും ആയത്തോതിയും. ശരി, അടുത്ത് ചോദിച്ചോളി. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്തു. സപ്പോസ് ഞാനൊരു ഞാൻ ഡോക്ടറല്ല, ഡോക്ടറാണെന്നിരിക്കട്ടെ, താങ്കൾ എന്നെ ഡോക്ടറിന്റെ അടുത്തുനിന്ന് കാണാൻ വന്നു, ഞാൻ മരുന്ന് എഴുതി, അപ്പൊ എന്റെ ദുആ അല്ലല്ലോ, ഉറപ്പായല്ലേ? ഈ മരുന്ന് കൊണ്ട് ഞാൻ ഒരു മരുന്ന് എഴുതി തന്നു, ചികിത്സിച്ചു, ആ രോഗം മാറ്റി അല്ലാഹല്ലേ? അപ്പൊ എൻ്റെ ചോദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ നടിക്കണം എന്നറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ചോദ്യം എന്തറിയോ, മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാമോ എന്നാണ്. ചോദിച്ച ശേഷം ദുആ ചെയ്തോ അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും നടപടി എടുത്തോ എന്നുള്ള ഇവിടെ ചർച്ച ചോദിക്കാമോ, ഒരു മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചോദിക്കാമോ? അത് ദുആ ചെയ്താവട്ടെ അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിന് എന്തോ ആവട്ടെ, എല്ലാം. ഇപ്പൊ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്താലും അള്ളാഹുവാണ് ഷാഫി. അപ്പൊ ഡോക്ടറുടെ മരുന്ന് കൊണ്ടാണ് മാറിയത് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് അള്ളാഹുവാണ് ഷാഫി. പക്ഷേ അവിടെ ഡോക്ടർ ദുആ ചെയ്യണമെന്ന് നിർബന്ധമില്ല. താങ്കൾ ആ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം എന്റെ ചോദ്യം ചോദിക്കാമോ, അഭൗതിക മനുഷ്യ കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യം ചോദിക്കാമോ? പറ്റുമെങ്കിൽ ചോദിക്കാം, ദുആ ചെയ്തിട്ട് ചെയ്യാതിരിക്കട്ടെ, അത് വേറൊന്ന്. ചോദിക്കാമോ? 2, ആ കഴിവ് അള്ളാഹു കൊടുത്ത ആ മുഅ്ജിസത്ത് കറാമത്ത് മരണശേഷം മുറിഞ്ഞു പോകുമോ ഇല്ലയോ? അവിടെയാണ് ചോദ്യം. അല്ലാതെ അദ്ദേഹം ദുആ ചെയ്തോ വെച്ചത് 2ാമത്തെ ചർച്ചയാണ്. ചോദ്യത്തിന് പ്രസക്തമായ ഉത്തരം നൽകുക. അപ്പോഴാണ് നമുക്ക് ചോദ്യത്തിന് താങ്കൾ ഇപ്പൊ ദുആ ചെയ്താലും മരുന്ന് കൊടുത്താലും സുഖപ്പെടുന്നുണ്ട്. ഇപ്പോ ഒരു അമുസ്ലിമായ ഡോക്ടർ മരുന്ന് കൊടുത്താൽ സുഖപ്പെടുന്നുണ്ട്, പക്ഷെ അത് ദുആ ചെയ്തിട്ടല്ല. പക്ഷെ അത് ഷാഫി അല്ലാഹല്ലേ? അല്ല, മുസ്ലിം എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ എന്റെ ചോദ്യം അതാണ്, ദുആ ചെയ്യുക എന്നത് നിങ്ങൾ ഉണ്ടാക്കി തീർത്തതായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. പക്ഷേ വേറൊന്ന്, എന്റെ ചോദ്യം ഇതാണ്, പ്രവാചകന്മാരോട് അവർ മുഅ്ജിസത്ത് കൊണ്ട് ജീവിതകാലത്ത് ചോദിക്കാമോ?
അള്ളാഹുവിന്റെ ഔലിയാക്കളോട് അവരുടെ കറാമത്ത് കൊണ്ട് ചോദിക്കാമോ? ആ കഴിവുകൾ കൊണ്ട് അള്ളാഹു അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആദരവ് കഴിവ് അത് അവരുടെ മരണശേഷം നിലനിൽക്കുമോ? അതാണ് ചോദ്യം. ഓക്കെ, വൺ യെസ് ഓർ നോ. അത് ക്വസ്റ്റ്യൻ അവസാനിക്കുക. അവിടെ ജനശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയിൽ ദുആയിലേക്ക് മടങ്ങുന്നത് ബുദ്ധിയല്ല, വലിച്ചു നീട്ടുന്നതും അത്ര ബുദ്ധിയല്ല. സമയം പോകാനേ ഉപകരിക്കുള്ളൂ. സമയം നമുക്ക് വേണ്ടി കാത്തിക്കില്ല. ചോദ്യം ഇപ്പൊ 4 മിനിറ്റായി. അപ്പൊ ഉത്തരം ഒരു 8 മിനിറ്റെങ്കിലും പറയാലോ. ചോദ്യം 4 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉത്തരം 8 മിനിറ്റെങ്കിലും പറഞ്ഞൂടെ? ആ 2 ഉത്തരം പറഞ്ഞല്ലോ. ഇപ്പോഴും നിങ്ങൾ തെറ്റിദ്ധാരണ ആ കഴിവ് മരണശേഷം നിലക്കുമെന്നാ. കഴിവ് ജീവിതകാലത്തും ഇല്ല. ജീവിതകാലത്ത് ഉണ്ടെങ്കിലേ മരണശേഷം നിലക്കോ ചോദ്യമുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്ന മുഴുവത്തെ എന്താന്നുള്ളതാണ്. അതിനാ ഞാൻ സമയമെടുത്ത് പഠിപ്പിച്ചത്. ഇപ്പോഴും ചോദിച്ചാൽ എന്താ, ആ കഴിവ് മരണശേഷം ഉണ്ടാവുമോന്നാ. അങ്ങനെ കഴിവെന്നില്ല, ജീവിതകാലത്തും ഇല്ല, മരണശേഷവും ഇല്ല. അത് ക്ലിയർ ആയാൽ പിന്നെ ചോദ്യത്തിന് പ്രസക്തിയില്ല, തേടാൻ പറ്റുള്ള പ്രസക്തിയില്ല, ഒന്നുമില്ല. നേരെ മറിച്ച് മുഴുവത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ, കറാമത്തുണ്ട് എന്ന് മനസ്സിലാക്കിയ നബിയോട്, സ്വഹാബിമാരോട് മറ്റു സ്വഹാബിമാർ വന്ന് എങ്ങനെ പ്രതികരിച്ചു, അതിനാണ് ഉത്തരം ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. ആ അർത്ഥത്തിലാണോ? ഇപ്പോൾ ഒരു വലിയ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, നമുക്കത് പോയി പറയാം, എന്തെനിക്ക് സുഖമില്ല എന്ന് പറയാം, അദ്ദേഹം വേണമെങ്കിൽ ദുആ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. നബി ജീവിച്ചിരിപ്പുണ്ട്, റസൂൽ എനിക്ക് സുഖമില്ല എന്ന് പോയി പറയാം. ആ റസൂല് ഒരു പക്ഷെ തുപ്പ് നീഴ്ത്തി വെട്ടി തന്നു, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ആ റസൂൽ തടവി തന്നു, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ആ റസൂൽ ദുആ ചെയ്തു, എന്തോ ആവട്ടെ, നമുക്ക് ആ നിലയ്ക്ക് പോയി പറയാം, എനിക്ക് സുഖമില്ല എന്ന് പറയാം. എന്റെ രോഗം ശിഫയാക്കണേ പറയാൻ പറ്റുമോ? രോഗം ശിഫയാക്കണേ പറയാൻ പറ്റുമോ? ഈ അർത്ഥത്തിലാണെങ്കിൽ, ഏത് ദുആ ചെയ്യണേ എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരു പക്ഷെ പ്രശ്നം ഉണ്ടാവില്ല. അല്ല, നബി രോഗം ശിഫയാക്കുന്നവനാണ്, ആ കഴിവ് മുഴുവത്തോളം അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ അത് പറ്റൂല. കാരണം അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടില്ല. കഴിവല്ല മുഴുവത്ത്, കഴിവല്ല കറാമത്ത്. അതിനാണ് പ്രത്യേകം ഞാൻ ആവർത്തിച്ചത് പറഞ്ഞത്. താങ്കൾ ഇപ്പോഴും ചോദിക്കുന്നതാണ് മരണശേഷം ആ കഴിവ് നിലക്കുമോന്ന്. അങ്ങനെ കഴിവന്നില്ല, ജീവിതകാലത്തുമില്ല, മരണശേഷവുമില്ല. മുഴുവത്ത് കറാമത്തിന് അവരുടെ കഴിവേ അല്ല, അവർക്കതിൽ യാതൊരു പങ്കും ആ കഴിവിന്റെ വിഷയത്തിൽ ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്നവരിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു പ്രകടിപ്പിക്കുന്നു, അത് മാത്രമേ അതിലുള്ളൂ. മൂസാ നബി ആകെ ചെയ്യുന്ന പണി എന്താ? വടി താഴോട്ട് ഇടും. അത് മാത്രമേ മൂസാ നബി ചെയ്തിട്ടുള്ളൂ. വടി താഴോട്ട് ഇടുന്നു. വടിയെ പാമ്പാക്കുക എന്ന കഴിവ് മൂസാ നബിക്കില്ല. അത് മുഴുവത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത കഴിവുമല്ല. മൂസാ നബി അടുത്ത് പോയിട്ട് ഒരു വടിയും കൊണ്ട് മൂസാ നബി ഈ വടി ഒന്ന് പാമ്പാക്കി തരുമോ എന്ന് ആരും പോയി ചോദിച്ചിട്ടുമില്ല. കാരണം അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടില്ല. മൂസാ നബിക്കുള്ള കഴിവെന്താ? വടി താഴോട്ട് ഇടാനുള്ള കഴിവ് മൂസാ നബിക്കുണ്ട്. അത് അല്ലാഹ് കൊടുത്ത കഴിവ് തന്നെയാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇട്ടപ്പോ പാമ്പായി മാറി, അത് മൂസാ നബിയുടെ കഴിവല്ല. അതുകൊണ്ടാണ് പാമ്പായി മാറിയപ്പോൾ മൂസാ നബി പേടിച്ചത്. അപ്പോഴാ അല്ലാഹ് ഇടപെട്ടത്, പേടിക്കണ്ട. ഇനി കല്ലിൽ അടിച്ചു, വെള്ളം പുറത്തു വന്നു. അവിടെ മൂസാ നബിക്ക് ഉള്ള കഴിവെന്താ? വടി കൊണ്ട് കല്ലിൽ അടിക്കുക എന്ന കഴിവ്. അത് മൂസാ നബിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രകൃതിയുടെ ഭാഗമായി ചെയ്യാൻ കഴിയും. എന്നാൽ അടിച്ചാൽ അതിൽ നിന്ന് വെള്ളം ഉത്ഭവിക്കുക എന്നത് മുഴുവത്താണ്. അത് മൂസാ നബിയുടെ കഴിവല്ല. അതുകൊണ്ട് കാണുന്ന എല്ലാ കല്ലിലും പോയി അടിച്ചു നോക്കിയിട്ടില്ല. ഒന്ന് അടിച്ചു നോക്കുക, വെള്ളം കിട്ടിക്കോട്ടെ, ഉണ്ടായിട്ടില്ല. മൂസാ നബിയുടെ സ്വഹാബിമാർ കല്ലും കൊണ്ട് വീട്ടിൽ ഒന്ന് അടിച്ചേരി, കുറച്ച് വെള്ളത്തിനാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ കഴിവില്ല. മൂന്നാമത് സമുദ്രത്തിലടിച്ചു. അവിടെ മൂസാ നബിക്കുള്ള കഴിവെന്താ? വടി ഓങ്ങി സമുദ്രത്തിൽ അടിക്കുക, ആ കഴിവുണ്ട്. സമുദ്രം പിളർത്തുക എന്നത് മൂസാ നബിക്ക് അല്ലാഹ് കൊടുത്ത കഴിവല്ല, അത് റബ്ബ് പ്രകടിപ്പിച്ചു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഓർഡർ വന്നപ്പോഴേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ആ ഓർഡർ വരും മുമ്പ് യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ നാം പിടിക്കപ്പെട്ടവർ തന്നെ. മറുപടി എന്താ? ഖാല കല്ലാ ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു മാർഗം കാണിച്ചു തരും. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ അടിച്ചങ്ങ് പിളർത്തി തരും എന്നല്ല പറഞ്ഞത്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു മാർഗം കാണിച്ചു തരും. അപ്പൊ വഹയി വന്നു, ഇത് റിബ്ബി അസ്വാകൽ ബഹർ. ആ വഹയിന് മുമ്പടിച്ചാലോ പിളരൂല. കാണുന്ന എല്ലാ സ്ഥലത്തും സമുദ്രത്തിൽ അടിച്ചു നോക്കിയിട്ട് വഴി ഉണ്ടാക്കി പോയിട്ടില്ല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നാം മുഴുവനെ മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ കറാമത്തും. ഖുർആൻ പറഞ്ഞ കറാമത്താണ് മറിയം ബീവിയുടേത്. മറിയം ബീവിയുടെ കറാമത്ത് ഖുർആൻ പറഞ്ഞു. സുഭിക്ഷമായ ഭക്ഷണം മുമ്പിൽ വരുന്നു, അതൊരു കറാമത്താണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോഴെല്ലാം അവിടെ റിസ്ക് കാണുന്നു. ഇതൊരു കറാമത്താണ്. ഈ കറാമത്ത് കണ്ട സക്കരിയ നബി
എന്താ ചെയ്തത്? സൂറത്ത് ആലി ഇംറാൻ ഈ വിഷയം പറഞ്ഞ ഉടനെ അടുത്ത ആയത്ത് അല്ലാഹു തആല പറഞ്ഞു എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഇത് കേൾക്കേണ്ട താമസം അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ കറാമത്ത് കണ്ടപ്പോൾ റബ്ബിനോട് ദുആ ചെയ്യാനാ മനസ്സിലായത്. മറിയം ബീവിയുടെ എത്ര കറാമത്തുള്ള നിങ്ങൾ ഉണ്ടായിട്ടാ ഞാൻ എടുങ്ങാറാകണത്, എനിക്കൊരു കുട്ടിയെ തരണേ എന്നല്ല സക്കരിയ നബി തേടിയത്. ഈ കറാമത്ത് കണ്ടപ്പോൾ റബ്ബേ മറിയമിന് നീ ഇങ്ങനെ കൊടുക്കുന്നുവല്ലോ, എങ്കിൽ എനിക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ. അപ്പൊ കറാമത്തും മുഅ്ജിസത്തും അള്ളാഹുവിലേക്ക് അടുക്കാനാണ് കാരണമാകേണ്ടത്, ഇവരോട് തേടാനല്ല. ആ കറാമത്തും മുഅ്ജിസത്തിനെ ഇവരുടെ കഴിവായി തെറ്റിദ്ധരിപ്പിച്ചോ സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോഴാണ് അവരോട് തേടുക എന്ന വിഷയം വന്നത്. ആ കറാമത്ത് മുഅ്ജിസത്ത് എന്താന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വഫാത്തിന് ശേഷം കറാമത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു അതിശയം ആർക്കും ഉണ്ടാവില്ല. അത് കഴിവാന്ന് വിചാരിക്കുമ്പോഴാണ് വഫാത്തായാലും ആ കഴിവ് അവിടെ ഉണ്ട്, അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അവർ ഖബറിൽ നിന്ന് എന്ന തോന്നൽ അപ്പോഴാണ് ഉണ്ടാകുന്നത്. ശരി, 6 മിനിറ്റാണ് മറുപടി തന്നത്, 4 മിനിറ്റ് ചോദ്യത്തിന്. ബാക്കി പറഞ്ഞോളെ. ഒന്നും കൂടി ചോദിച്ചാൽ അടുത്താ കൊടുക്കി. ഞാനേ താങ്കളോട് ചോദിച്ചെന്ന് വെച്ചാൽ, ഇപ്പോ താങ്കള് ദുആ വിട്ട് തുപ്പിനീരിലെത്തി, തടവലിലേക്ക് എത്തി, അത് നല്ല പുരോഗതി ഉണ്ട്. തപ്പുനീരിലെത്തി. അപ്പൊ അതുപോലുള്ള മനുഷ്യനിക്ക് കൊടുക്കുന്ന, അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക കഴിവ് അല്ലെങ്കിൽ പദവി, കഴിവെന്ന് ഞാൻ കഴിവെന്ന് പറഞ്ഞു, നിങ്ങളൊരു പദവി എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആദരവെന്നോ എന്തെങ്കിലും പറഞ്ഞോളൂ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ ചോദിക്കാമോ പ്രവാചകന്മാരോട്? ചോദ്യത്തിൽ തൃപ്തിയും അങ്ങനെ ചോദിക്കാം. താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു കഴിവില്ല, താങ്കൾ കഴിവെന്ന് വ്യാഖ്യാനിക്കില്ലെങ്കിൽ വേണ്ട, താങ്കൾ വേണമെങ്കിൽ അതൊരു പദവിയായിട്ട് വെച്ചോ, അല്ലെങ്കിൽ അദ്ദേഹത്തോളം ഒരു ആദരവെന്ന് വെച്ചോ. കാരണം ആസുബിന് പറയുക, ഈ ഖുർആന്റെ തർജ്ജമയിൽ തന്നെ പറയേണ്ട ആസുബിന് പറയുക എന്ന വലിയ നമ്മുടെ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുമ്പോ ആ ബൽക്കീസ് നാഥരെ ആ സിംഹാസനം മെമ്പർ കൊണ്ടുവരുന്നു എന്നുണ്ട്. അത് അല്ലാഹുവിന്റെ വഹി കിട്ടിയിട്ടല്ലല്ലോ. വാസുവിൻ ബർഹിയാന്നില്ല. എന്തേ അദ്ദേഹം കൊണ്ടുവന്നുണ്ടോ? കണ്ണ് ചിമ്മിയപ്പോ വന്നു, അവിടെ പ്രത്യക്ഷപ്പെട്ടുന്നുണ്ട്. ആസുബിൻ ബർഹിയെ കൊണ്ടുവന്നതിലുണ്ടോ? ഇല്ല. ശരി, അല്ല ഇതിനകത്ത്, ഇതിന്റെ അകത്ത് നിങ്ങളുടെ വിശദീകരണത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എവിടെയില്ല ഇതിനകത്ത് വന്നത് ആസുബിൻ ബർഹിയ എന്ന അള്ളാഹുവിന്റെ ഔലിയാണെന്നുണ്ട്. അത് വിഷയം പറയും. അപ്പൊ അങ്ങനെയുള്ള കഴിവ് ഇത് വൈകിട്ടിട്ടല്ല, ഇത് അള്ളാഹു. അപ്പൊ അത് ചോദിച്ചപ്പോ തന്നെ കൊടുക്കാണ്. അപ്പൊ കാത്തിരുന്നിട്ടല്ലാതെ അത്തരം ഞാൻ കഴിവെന്ന് പറഞ്ഞാലോ പദവി എന്ന് പറഞ്ഞാലോ താങ്കൾ എന്തെങ്കിലും വ്യാഖ്യാനിച്ചോ, അത്തരം കാര്യങ്ങൾ കൊണ്ട് ചോദിക്കാമോ? അതാണ് ചോദ്യം. അതിനെ വ്യാഖ്യാനിച്ച് നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അതൊരു പ്രാർത്ഥനയാക്കി അല്ലെങ്കിൽ അങ്ങനെയാക്കി നിങ്ങൾ വ്യാഖ്യാനിക്കാണ്. അത് ചോദ്യം അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലായി. കഴിവ് എന്ന അർത്ഥത്തിൽ ഇനി പദവി എന്ന് വെച്ചാലും ആ സംഭവം ഇല്ല. നിങ്ങൾ പദവി എന്ന് പറഞ്ഞാലും സ്ഥാനം എന്ന് പറഞ്ഞാലും ആദരവ് എന്ന് പറഞ്ഞാലും കഴിവ് എന്നാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ ആ പറഞ്ഞ ഒന്നുമില്ല. ഉണ്ടെങ്കിലേ ചോദിക്കുക. അതിന്റെ കഴിവനല്ല. അതിന് പദവിന് പേരിട്ടാലും അതില്ല. അതിന് പഞ്ചസാരയ്ക്ക് ഉപ്പ് എന്ന് പേരിട്ടുകൊണ്ട് പഞ്ചസാര ഉപ്പാവുമല്ലോ, പേരെന്തോ ഒട്ടിച്ചു എന്നല്ല, അങ്ങനെ സംഭവം ഇല്ല. ആസഫിൻ ബർഹിയ കൊണ്ടുവന്നിട്ടുമില്ല. ആസഫിൻ ബർഹിയ കൊണ്ടുവന്നിട്ടില്ല. അത് ഒരു പുസ്തകത്തിലും മുജാഹിദുകൾ എഴുതിയിട്ടുമില്ല. ആസഫ് ഇബ്നു ബർഹിയയുടെ പരാമർശം വന്നിട്ടുണ്ട്. ആസഫ് ഇബ്നു ബർഹിയ എന്നുള്ളത് കാന വസീർ സുലൈമാൻ നബിയുടെ വസീർ, മന്ത്രിയാണ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ്. ഇവിടെ സുലൈമാൻ നബിയുടെ സംഭവം സൂറത്ത് നംലിൽ പറഞ്ഞപ്പോൾ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായി വരും മുമ്പ് നിങ്ങളിൽ ആരാണ് അവരുടെ സിംഹാസനം ഇവിടെ എനിക്ക് കൊണ്ടുവന്ന് തരിക എന്നാണ് ചോദ്യം. ഒന്നാമത്തെ മറുപടി ഖബീസായ ദുഷിച്ച ഒരു ഇഫ്രീത്ത്, ശൈത്താൻ, ഒരു ജിന്നിൽപ്പെട്ട മല്ലൻ, അവരാണ് ഒന്നാമത്തെ മറുപടി. അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, താങ്കളുടെ ഈ സദസ്സിൽ നിന്ന് താങ്കൾ എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ നബി രാവിലെ ഇരുന്നാൽ ഉച്ചക്കാണ് സദസ്സിൽ നിന്ന് പിരിയാറുള്ളത്. അതിനു മുമ്പ് ഞാൻ എത്തിക്കാം. എങ്ങനെ എത്തിക്കാം? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാനിതിന് കഴിവുള്ളവനാണ്. അത് അവന്റെ കഴിവാണ്. രണ്ടാമത്തെ മറുപടി ഖാലല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു അന ആതീക ബിഹി, ഞാൻ കൊണ്ടുവരാം, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, താങ്കളുടെ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ്. അവിടെ എന്തു പറഞ്ഞില്ല? ഞാൻ അതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു താങ്കൾ എണീക്കും മുമ്പ് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലത്തെ ഇബാദത്ത് കഴിഞ്ഞാൽ
പ്രജകളുടെ പരാതികൾ കേൾക്കാനും പരിഹാരം കാണാനുമായി വന്നിരിക്കുന്ന പ്രത്യേകമായ സദസ്സുണ്ട്. ഉച്ചവരെ അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം മറ്റു ഭരണകാര്യങ്ങളിലേക്ക് നീങ്ങും. അതാണ് സുലൈമാൻ നബിയുടെ ദിനചര്യ. താങ്കൾ ഈ സദസ്സിൽ നിന്ന് എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, അഥവാ ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവരാം. ഒരു 3-4 മണിക്കൂർ കൊണ്ട് 1500 കിലോമീറ്റർ അപ്പുറമുള്ള ആ സിംഹാസനം അവിടെ പോയി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. എങ്ങനെ? ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ അതിന് കഴിവുള്ളവനാണ്. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് 3000 കിലോമീറ്റർ ഓടി തിരിച്ചെത്താനുള്ള കഴിവ് ഓനുണ്ട്. അത് ഓൻ ചെയ്യാന്ന് പറഞ്ഞു. അത് പോരാ, അതിന് മുമ്പ് സാധനം വേണം. അപ്പോഴാണ് രണ്ടാമത്തെ മറുപടി, കണ്ണു ചെമ്മി തുറക്കും മുമ്പ് കൊണ്ടുവരാം. എങ്ങനെ? ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? കണ്ണു ചെമ്മി തുറക്കും മുമ്പ് അവിടെ എത്തി സിംഹാസനം. എങ്ങനെ എത്തി? ഒന്നുകിൽ മുഅ്ജിസത്ത്, അല്ലെങ്കിൽ കറാമത്ത്. സുലൈമാൻ നബി ആണ് കൊണ്ടുവന്നത് എന്ന് ഒരഭിപ്രായം. സുലൈമാൻ നബിയാണ് കൊണ്ടുവന്നതെങ്കിൽ അത് മുഅ്ജിസത്ത്. രണ്ടാമത്തെ അഭിപ്രായം ആസഫ് ഇബ്നു ബർഖിയയാണ് എന്ന്. ആസഫ് ആണെങ്കിൽ കറാമത്ത്. കറാമത്താണെങ്കിലും സുലൈമാൻ നബിയുടെ മുഅ്ജിസത്താണെങ്കിലും അവിടെ കഴിവല്ല. അതുകൊണ്ട് ഞാനതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. ഇനി ആസഫ് ആണെങ്കിൽ എന്ത് ചെയ്തു? കാന യഅലമു ഇസ്മല്ലാഹിൽ അഅ്ലം ഇദാ ദുഇയ ബിഹി ഉജീബ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. കാന യഅലമു ഇസ്മല്ലാഹിൽ അഅ്ലം, അദ്ദേഹത്തിന് ഒരു അള്ളാഹുവിന്റെ മഹത്തായ ഒരു നാമം അറിയുമായിരുന്നു. ഇദാ ദുഇയ ബിഹി ഉജീബ, അത് വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമായിരുന്നു. എന്താ ചെയ്തത്? ഇബ്നു കസീർ പറയുന്നു, ഫതവല്ലഅ വസല്ല റക്അതൈനി വഖാമ വതവജ്ജഹ നഹ്വ അശ്ശാം. ആസഫ് ആണെങ്കിൽ വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ദുആ അടക്കട കൊടുക്കുന്നുണ്ട്. ദുആയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ കാര്യമില്ല, ഇബ്നു മുഫസ്സിർ കൊണ്ടുപോയതാ. ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ദുആ ചെയ്തു, റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുആ അടക്കം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ദുആ കഴിയുമ്പോഴേക്കതാ സിംഹാസനം അവിടെ എത്തി. അതാണ് ആയത്തിന്റെ ബാക്കി ഭാഗം. സിംഹാസനം മുമ്പ് കണ്ടപ്പോൾ കൊണ്ടുവരാം എപ്പോ കബലയിലേക്ക് തുറഫുക്, എന്നാൽ മുമ്പിൽ കണ്ടപ്പോൾ ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഇതെന്റെ കഴിവാണെന്നല്ല, ഇതെനിക്ക് റബ്ബ് തന്ന കഴിവാണെന്നല്ല, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി, അഅശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാനായി റബ്ബ് തന്ന ഔദാര്യം. അപ്പൊ സുലൈമാൻ നബി ഒന്നുകിൽ കൊണ്ടുവന്ന് ആസഫ്, രണ്ടാമത്തെ അഭിപ്രായം ആസഫാണ് നാം, ഒന്നാമത്തെ അഭിപ്രായമോ സുലൈമാൻ നബിയാണ് നാം. റാസി റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ബൽ ഹുവ സുലൈമാനു നഫ്സു, സുലൈമാൻ നബി തന്നെയാണ് കൊണ്ടുവന്നത്. വഹാദൽ ഖൗലു അഖ്റബു ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ സുലൈമാൻ നബിയാണ് കൊണ്ടുവന്നത് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായത്. എന്നിട്ട് 5 കാരണങ്ങൾ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു. 5 കാരണം. ഈ 5 കാരണങ്ങളാൽ സുലൈമാൻ നബി തന്നെയാണ് കൊണ്ടുവന്നത്. സുലൈമാൻ നബി ആണെങ്കിൽ എന്താണ് ചെയ്തത്? ഇന്നമാ അറാദ സുലൈമാനു ഇദ്ഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവ്വല, സുലൈമാൻ നബി മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി ഇവരെ വെല്ലുവിളിക്കുകയും ചെയ്തു ആദ്യം. ഇതിൽ ചോദിച്ചു ആർക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു എനിക്ക് ഇത്ര കൊണ്ടുവരാൻ കഴിയും. ഓരോ കഴിവ് കണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിനേക്കാൾ വേഗത്തിൽ അന്നഹു യതഅത്താലഹു മാ ലാ യതഅത്താലിൽ ഇഫ്രീത്തി, ഇഫ്രീത്തിന് സാധിക്കാത്തത് ഈ മുഅ്ജിസത്തിലൂടെ വളരെ പ്രകടമാകുമെന്ന് സുലൈമാൻ നബി അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെയാണ് മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത് എന്ന് തഫ്സീർ റാസിയിലും പറയുന്നു. അപ്പൊ ആസഫ് ആണെങ്കിലും സുലൈമാൻ നബി ആണെങ്കിലും ഒന്നുകിൽ കറാമത്ത് അല്ലെങ്കിൽ മുഅ്ജിസത്ത്, രണ്ടാണെങ്കിലും ആസഫിന്റെ കഴിവല്ല, സുലൈമാൻ നബിയുടെ കഴിവല്ല, കഴിവാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. ഇഫ്രീത്ത് ആണെങ്കിൽ ഉച്ചകവുമായി കൊണ്ടുവരാമെന്ന് പറഞ്ഞു, അത് കറാമത്തല്ല, അത് മുഅ്ജിസത്തല്ല, അത് ഇഫ്രീത്തിന്റെ കഴിവാണ്. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ എന്നവൻ പറഞ്ഞത് അതുകൊണ്ടുമാണ്. ശരി, ഇനി അടുത്ത ചോദിച്ചോട്ടെ. ഇന്നോട് പോണ്ട, നിങ്ങൾക്ക് ചോദിക്കാം, ലാസ്റ്റ് ചോദിക്കാം. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെടുകയോ പുസ്തക രൂപത്തിലാകുകയോ ഉണ്ടായിട്ടില്ലല്ലോ. അതിനുശേഷം അള്ളാന്റെ റസൂലിന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലത്ത് ഖുർആൻ ക്രോഡീകരിക്കണം, അത് പുസ്തക രൂപത്തിലാക്കണം എന്നുള്ള ഒരു ചർച്ച ഉണ്ടായപ്പോൾ ആദ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അള്ളാഹിന്റെ റസൂല് കാണിച്ചു തരാത്ത മാർഗം ഞാൻ സ്വീകരിക്കില്ല, ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ഒരു തർക്കം ആദ്യമായിട്ട് ഉന്നയിച്ച ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ടും ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നു. ഇനി അതുപോലെ വേറെ കാര്യം, ഖുർആൻ അവതരിച്ച അത്രയും വലിയ അനുഗ്രഹമായ ഖുർആൻ അവതരിച്ച ആ ഒരു മാസത്തിന് നമുക്ക് പ്രത്യേകതയുണ്ട്, ആ മാസത്തിനോട് ബഹുമാനമുണ്ട്, ആ മാസത്തിനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ അപ്പൊ പിന്നെ ഭൂമിക്ക് മൊത്തമായി അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ മുഹമ്മദിനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ അത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിയ ആ ദിവസം നമ്മൾ ഒന്ന് സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ഈമാനുള്ള ഒരു സന്തോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്നദാനം നടത്തുന്നത് അതുപോലുള്ള കാര്യങ്ങളിൽ എന്താണ് തെറ്റ്? രണ്ട് കാര്യമാണ് സഹോദരൻ ചോദിച്ചത്. ഒന്ന് ഖുർആൻ ക്രോഡീകരണം. ഖുർആന്റെ ശരിയായ ക്രോഡീകരണം നിർവഹിച്ചത് അല്ലാഹു തആല തന്നെയാണ്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് ഖിയാമ പറഞ്ഞുതരാം, ബാക്കി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. സൂറത്ത് ഖിയാമയിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. നിശ്ചയമായും ഖുർആന്റെ ക്രോഡീകരണം നമ്മുടെ മേൽ തന്നെയാകുന്നു ബാധ്യതയായി ഏറ്റിട്ടുള്ളത്. അള്ളാഹുവാണ് ക്രോഡീകരിച്ചത്. ഓരോ ആയത്തിറങ്ങുമ്പോഴും ഈ ആയത്ത് ഏത് സൂറത്തിൽ ഏത് സ്ഥാനത്ത് വെക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. അത് പ്രകാരം റസൂൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ചെയ്തത് അത് പുസ്തക രൂപത്തിലാക്കിയത് മാത്രമാണ്. അത് ഇന്നും പല രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫോണിൽ ഖുർആൻ കംപ്ലീറ്റ് ഉണ്ട്, അത് സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തിട്ടില്ല. അത് ഇന്നത്തെ കാലത്തുള്ള ഒരു സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. അതാണ് ഇന്നുള്ളത്. അന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി 2 ചട്ടക്കുള്ളിൽ എല്ലാം ഒതുക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരായത്തിൻ്റെയും സ്ഥാനം അവർ തീരുമാനിച്ചിട്ടില്ല. ഒരായത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല, ഒന്നും കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. നബി എങ്ങനെയാണോ ക്രോഡീകരിച്ച് ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അത് അതേ രൂപത്തിൽ എഴുതി തയ്യാറാക്കി ഒരു പേജിലാക്കി ബുക്കിലാക്കി എന്ന് മാത്രം. അത് തർക്കമുള്ള വിഷയമല്ല. അത് നമുക്ക് ഇനിയും പുതിയ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ പേന മതിയാവും, ഖുർആൻ ഫുള്ള് പേൻ്റെ ഉള്ളിലുണ്ടാവും. അതൊക്കെ പല രൂപത്തിൽ വരാം. ഇപ്പം കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുത്ത് കാണുന്നില്ല, ഇങ്ങനെ അടിച്ചു കൊടുത്ത സാധനം വരുന്നു. അത് സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങൾ അന്ന് പേപ്പറാണ്, അത് ആ രൂപത്തിൽ സംവിധാനിച്ചു എന്ന് മാത്രം. അത് തർക്കമുള്ള കാര്യമല്ല. ഇനി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം നമ്മൾ നോമ്പെടുക്കുന്നു എങ്കിൽ നബിതങ്ങൾ ലോകത്തിനാകമാനം അനുഗ്രഹമാണ്. നബി ജനിച്ച ദിവസം സന്തോഷിച്ചാൽ, അന്നദാനം നടത്തിയാൽ, അന്ന് അത്തരം കാര്യങ്ങൾ ചെയ്താൽ എന്താണ് തെറ്റ്? തെറ്റാണ്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസം നമ്മൾ നോമ്പെടുക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആലോചിച്ചുണ്ടാക്കിയതല്ല. ഒരു മാസങ്ങൾ വന്നപ്പോൾ ഈ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ നമ്മൾ നോമ്പ് വയ്ക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചതല്ല, അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഈ മാസത്തിൽ ആര് സന്നിഹിതരായോ അവർ നോമ്പെടുക്കട്ടെ എന്ന് ഖുർആന്റെ കൽപ്പന, നബി തങ്ങളുടെ അധ്യാപനവും വന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ മാസം നോമ്പെടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? റസൂൽ പഠിപ്പിച്ചു തിങ്കളാഴ്ച നോമ്പെടുക്കണം. പല കാരണങ്ങൾ പറഞ്ഞത്. ഇതിൽ ഒരു കാരണം ഞാൻ ജനിച്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 12 റബീഉൽ മാസത്തിലോ ഒരു ആഘോഷവും ഒരു ആചാരവും ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ പഠിപ്പിച്ച റസൂല് അത് പഠിപ്പിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് 23 റബീഉൽ അവ്വൽ മാസം കടന്നു വന്നു. നബി ആയതിനു ശേഷം 23ാമത്തെ റബീഉൽ അവ്വലിലാണ് അവിടുന്ന് വഫാത്തായത്. എന്നിട്ടും ആ മാസം വന്നപ്പോൾ ഞാൻ ജനിച്ച മാസമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊള്ളുക എന്ന ഒരു അധ്യാപനം വന്നില്ല. അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു കാരക്ക വിതരണം ചെയ്യാൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് ബിരിയാണി വരെ വെച്ച് വിതരണം ചെയ്യാം, തർക്കമില്ല. പക്ഷെ ഒന്നും ചെയ്തില്ല. നബിയുടെ ശേഷം 30 കൊല്ലം 4 ഖലീഫമാർ ഭരണം നടത്തി. ആ 30 കൊല്ലങ്ങൾ റബീഉൽ അവ്വൽ മാസം വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും സ്വഹാബിമാർ 4 ഖലീഫമാർ ഒന്നും ചെയ്തില്ല. ആയിഷ ബീവി നബിയുടെ കാലശേഷം 48 കൊല്ലം ജീവിച്ചു. ആ 48 കൊല്ലം റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ട്. ആയിഷ ബീവിയേക്കാളേറെ നബിയെ സ്നേഹിക്കാൻ നമുക്ക് ഏതായാലും കഴിയില്ലല്ലോ. ആ മാസങ്ങളിൽ ആയിഷ ബീവി ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് സ്വഹാബിമാർ 100 കൊല്ലത്തോളം നബിയുടെ കാലശേഷം ജീവിച്ചിട്ടുണ്ട്, അവരും ചെയ്തില്ല. ശേഷം 70 കൊല്ലത്തോളം താബിഈങ്ങൾ ജീവിച്ചിട്ടുണ്ട്, അവരും ഒന്നും ചെയ്തില്ല. മദ്ഹബിന് 4 ഇമാമികൾ, ഇമാം ഷാഫി, അബൂ ഹനീഫ, മാലിക്, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ, അവരൊക്കെ ജീവിച്ചു പോയി, അവരും ഒന്നും ചെയ്തില്ല. മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് ലോകത്ത് ജീവിച്ചു പോയി, അവരും ഒന്നും ചെയ്തില്ല റബീഉൽ അവ്വൽ മാസത്തിൽ. പിന്നീട് ഷിയാക്കൾ കൊണ്ടുവന്നു.
അത് ഹിജ്റ 630 മരിച്ച മുദഫർ രാജാവ് എന്ന ഒരു രാജാവ് ഏറ്റെടുത്തു. അവിടുന്നാണ് പിന്നീട് അത് ഉണ്ടായി വരുന്നത്. അങ്ങനെ ഒന്ന് ദീനിൽ ഉണ്ടാക്കാൻ വകുപ്പില്ല. ദീനിൽ ഒരു പുതിയ ആചാരം, ഒരു പുതിയ ആരാധന, ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ചെയ്യണം. ളുഹർ 4 റക്അത്താണ് എന്നതുകൊണ്ട് സുബഹി 4 നിസ്കരിക്കാൻ പറ്റൂല. ളുഹറൊക്കെ 4ആണല്ലോ, അസ്ർ 4ആണല്ലോ, നമുക്ക് എന്താ സുബഹിയും കൂടി 4 കൂടെ? പറ്റൂല. സുബഹി 2 റസൂൽ പഠിപ്പിച്ചാൽ 2 തന്നെ. മഗ്രിബ് 3 പഠിപ്പിച്ചാൽ അത് 3 തന്നെയാ. ളുഹറും അസ്റും ഇശാവും 4 എന്ന് പഠിപ്പിച്ചാൽ 4 തന്നെയാ. അത് കുറക്കാനും പറ്റൂല, കൂട്ടാനും പറ്റൂല. എന്താ ഇപ്പം മഗ്രിബ് 3 അല്ലേ ഉള്ളൂ, എന്നാ ഇശാവും 3 പോലെ? അത് പറ്റൂല. മഗ്രിബ് 3 ആണല്ലോ, എന്നാ സുബഹി 3 ആക്കുക, അതും പറ്റില്ല. ഇബാദത്തിന്റെ വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചതേ ചെയ്യാവൂ. അതിനപ്പുറത്ത് പുതിയ ഒന്നുപോലും കൂട്ടാൻ പാടില്ല എന്നതാണ് അതിന്റെ ഉത്തരം. അള്ളാഹിന്റെ റസൂല് ആയത്തുകള് ഹൃദയത്തില് മനഃപ്പാഠമാക്കുന്ന രീതിയാണ് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ പുസ്തക രൂപത്തിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. മാത്രവുമല്ല, ഇത് പുസ്തക രൂപത്തിലാക്കണം എന്ന് ഒരു അഭിപ്രായം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്തത് കൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അത് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്തൊരു മാർഗം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്തത് ഒന്നും പാടില്ല എന്ന് പറയണതിൽ എന്ത് ന്യായമാണുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, റസൂല് ചെയ്ത് കാണിക്കാതെ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ ആൾ സിദ്ദീഖ് റളിയല്ലാഹു. പിന്നെ ചെയ്തതാരാ? അദ്ദേഹം തന്നെ ചെയ്തത്. ചെയ്യാൻ പറ്റൂല അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അല്ല, ഉമർ ഖത്താബ് ശരിക്ക് പറഞ്ഞത്. ഉമർ ഖത്താബ് അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് ചർച്ച ഉണ്ടായത്, നബി ചെയ്യാത്ത കാര്യം അങ്ങനെ ചെയ്യും.